ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ വെനസ്വേലയിൽ വൻ ബോംബാക്രമണം നടത്തിയ അമേരിക്ക തലസ്ഥാനമായ കരാക്കസിൽ ഇന്നു പുലർച്ചെ 7ഓളം ശക്തമായ സ്ഫോടനങ്ങളുണ്ടായതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെയും ഭാര്യയെയും അമേരിക്കൻ സൈന്യം പിടികൂടി രാജ്യം കടത്തിയതായാണ് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. ലഹരിക്കടത്ത് തടയുന്നതിന്റെ ഭാഗമായി മഡുറോ ഭരണകൂടത്തെ ലക്ഷ്യമിട്ട് അമേരിക്കൻ സൈന്യം നടത്തിയ അതിശക്തമായ നീക്കമാണിതെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥിരീകരിച്ചു. സംഭവത്തെ തുടർന്ന് വെനസ്വേലയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കരാക്കസിനെ നടുക്കി പുലർച്ചെ 2 മണിയോടെയാണ് US വ്യോമാക്രമണം നടത്തിയത്. തലസ്ഥാന നഗരിയെ കൂടാതെ മിരാൻഡ, അരഗ്വ, ലാ ഗൈവ്ര തുടങ്ങിയ പ്രവിശ്യകളിലും ആക്രമണം നടന്നതായി വെനസ്വേലൻ സർക്കാർ വക്താക്കൾ അറിയിച്ചു. ലഹരിക്കടത്ത് കേന്ദ്രങ്ങൾ തകർക്കാനാണ് തങ്ങൾ ലക്ഷ്യമിട്ടതെന്ന് ട്രംപ് സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തമാക്കി. അമേരിക്കൻ സൈന്യവും നിയമപാലകരും സംയുക്തമായാണ് മഡുറോയെ പിടികൂടാനുള്ള ഓപ്പറേഷൻ നടത്തിയത്. മഡുറോയെ നിലവിൽ എവിടേക്കാണ് മാറ്റിയതെന്ന് വ്യക്തമല്ല. അന്താരാഷ്ട്ര തലത്തിൽ വലിയ നയതന്ത്ര പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഈ സൈനിക നീക്കത്തെ ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുകയാണ്.